ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ നിന്ന് കഴിക്കുന്ന പോലത്തെ ടേസ്റ്റിൽ നമ്മൾ വീട്ടിൽ വെച്ച പൂരി മസാല കിട്ടാറില്ല. അപ്പോൾ അവിടുത്തെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് അറിയണ്ടേ? വീട്ടിലോട്ട് പോയാലോ? അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ 3 വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ അവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിലോട്ട് കടുക്, ഉഴുന്ന്, പൊരിക്കടല, ജീരകം ഇവ ചേർത്തൊന്ന് മൂപ്പിക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലോട്ട് 4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. എല്ലാം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 3-4 പച്ചമുളക് ചെറുതായിട്ട് കീറിയതും കൂടെ ചേർത്തൊന്ന് വശക്കി കൊടുക്കുക. അപ്പോൾ ഇതിന് എരിവിനായിട്ട് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല, ഈ പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് എരിവ് ഈ കറിക്ക് ആവശ്യമില്ല. അതിനുശേഷം 2 വലിയ സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തത്, കനം കുറച്ച് സ്ലൈസ് ചെയ്തതും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വശക്കി കൊടുക്കുക. സവാളയുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് വശങ്ങി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല, വെറും ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് വേവിച്ചത്. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് സോഫ്റ്റായി വന്നപ്പോഴത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മൂടി വെച്ച് ഒരു 10 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്ന സമയത്ത് ചെറിയൊരു ഫ്ലേവറിനായിട്ട് ഞാൻ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇവിടെ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത്. 1 ടേബിൾ സ്പൂൺ കടലമാവിൽ കുറച്ചധികം വെള്ളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ കറി നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നല്ല ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും കടലമാവ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ. അപ്പോൾ ചേർക്കുമ്പോൾ കുറച്ചധികം വെള്ളം തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, 1 ടേബിൾ സ്പൂണിന്. കാരണം പെട്ടെന്ന് കടലമാവ് നമ്മൾ അടുപ്പിലിടുമ്പോഴത്തേക്ക് തിക്കായി പോവും. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അതൊന്ന് കട്ടിയായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടെ ചേർക്കുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർക്കുക. അപ്പോൾ ഞാനിവിടെ 1 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ടായിട്ട് എന്തെങ്കിലും പൊട്ടറ്റോ ഒക്കെ കിടക്കുന്നെങ്കിൽ അതൊക്കെ ഒന്ന് സ്മാഷ് ചെയ്ത് ഇതുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ കറി നല്ല അടിപൊളിയായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പ് ചെക്ക് ചെയ്യുക, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വേറെ ഒന്നും തന്നെ നമുക്ക് ചെയ്യാനായിട്ടില്ല. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള പൂരി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും അടുത്ത് കാണാം. അതുവരെ ബൈ.